ഈ കാണുന്ന വീട് 60 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. നിങ്ങളിൽ പലരും ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ലൊക്കേഷനിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയിൽ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും വെറും 2 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 4,100 ആണ്. 1730 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളായിട്ടും ഭംഗിയായൊരു വീടാണ് ഈ കാണുന്നത്. ഈ വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ പരിചയപ്പെടുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നേരത്തെ പറഞ്ഞതുപോലെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 2 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 5.6 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 4.4 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. നമുക്കിനി കാക്കനാട് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇൻഫോ പാർക്കിലേക്ക് 13 കിലോമീറ്റർ, കളക്ടറേറ്റിലേക്കും 13 തന്നെ. നിങ്ങൾക്ക് തൃപ്പൂണിത്തുറ ഡിസ്റ്റൻസ് അറിയണമെങ്കിൽ 22 കിലോമീറ്റർ ആണ് തൃപ്പൂണിത്തുറയ്ക്കുള്ള ദൂരം. എയർപോർട്ടാണ് ഏറ്റവും അടുത്ത്. വെറും 13 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ എയർപോർട്ടിലേക്ക് എത്താവുന്നതാണ്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. റോഡിനടുത്താണ്. അതുപോലെ തന്നെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തുകൊണ്ട് നല്ലൊരു ലൊക്കേഷനിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. 60 ലക്ഷം രൂപയ്ക്ക് രാജഗിരി ഹോസ്പിറ്റലിനടുത്തൊരു വീടെന്ന് പറയുന്നത് നമുക്ക് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഒട്ടും ഡിലേ വെക്കേണ്ട. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ വിളിക്കുക. ഇതിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കിക്കോളൂ. നമുക്ക് 2 റോഡുകൾ ഷെയർ ചെയ്യുന്നത് പോലെയാണ് വീട് ഇരിക്കുന്നത്. ഫ്രണ്ടിലൂടെയും സൈഡിലൂടെയും റോഡ് പോകുന്നുണ്ട്. വീതിയുള്ള റോഡ് തന്നെയാണ്. കംപ്ലീറ്റ് ആയിട്ടത് ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. മതിൽ നോക്കുവാണെങ്കിൽ ബ്ലൂ ആൻഡ് വൈറ്റ് കളർ പെയിന്റ് ആണ്. നമുക്ക് 2 ഗേറ്റുകൾ വീടിന് കിട്ടുന്നുണ്ട്. ഒരു ചെറിയ ഗേറ്റിലൂടെ നടന്നു കയറാം. വലിയ ഗേറ്റിലൂടെ വാഹനങ്ങൾക്ക് കയറ്റാനുള്ള സ്പേസുമാണ് കിട്ടുന്നത്. മതിലൊക്കെ നല്ല ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ്. ലാൻഡ് ഇരിക്കുന്നത് ഷേപ്പ് പോലെ തന്നെയാണ് വീടും ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ് എലിവേഷൻ വരുന്നത്. ബ്ലൂ കളർ വരുന്നുണ്ട്, ബ്രൗൺ കളർ ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്, ഒരു വുഡൻ ഡിസൈനിലുള്ള വർക്കുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്ത് ബാൽക്കണിയുടെ ഏരിയയുടെ ചാരു ബെഞ്ചൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. 2 സൈഡിലേക്കും സ്ലൈഡ് ചെയ്യാവുന്ന ഈ ഒരു ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ വരുന്നത് 4,100 സെന്റിന്റെ ഈ ഒരു വീട്ടിലേക്കാണ്. ഞാൻ എടുത്തു പറയാനുള്ള കാരണം 4,100 സെന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു വലിയ വാഹനം ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതിന്റെ സറൗണ്ടിങ് ഏരിയാസിലൊക്കെ നോക്കിയാൽ നല്ല സ്പേസ് ആണ് കിട്ടുന്നത്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ടൈലുകളാണ് വിരിച്ചിരിക്കുന്നത്. കവേർഡ് ആയിട്ടുള്ള പോർച്ച് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. നമ്മൾ ഈ പോർച്ചിന്റെ ഇവിടെ നിൽക്കുന്ന സമയത്ത് താഴെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഡിസൈനോട് കൂടി ക്ലാഡിംഗ് ടൈലുകളാണ് പൊട്ടിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ ഏരിയ സ്പേഷ്യസ് ആണ്. ഇവിടെയായിട്ട് നമ്മുടെ വർക്ക് ഏരിയയുടെ ഡോർ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നമ്മൾ പോർച്ച് കണ്ടു. ഇവിടെയായിട്ടാണ് സിറ്റ് ഔട്ട്. ഈ ഒരു ഭാഗത്തൂടെയൊക്കെ പോകുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ എത്ര വൈഡ് ആയിട്ടുള്ള സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 2 വീലേഴ്സ് വെക്കാം, അതുപോലെ ചെടിച്ചട്ടികളൊക്കെ വെക്കാനായിട്ട് നല്ല സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. സൗത്ത് ഭാഗത്തായിട്ട് കിണർ വരുന്നുണ്ട്. നമുക്ക് നല്ല വലിയൊരു കിണർ തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ നമുക്ക് മണ്ണാണ് ഇട്ടിരിക്കുന്നത്. റെഡ് സോയിൽ ആണ്. നമുക്ക് ചെടികളൊക്കെ നടാനായിട്ട് നല്ല സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. വീടിന്റെ ബാക്ക് സൈഡ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെറ്റൽ ഷിപ്പാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയും സ്പേസ് ഉണ്ട്. വർക്ക് ഏരിയയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് ഇപ്പോൾ കാണുന്നത്. വീടിന് നല്ല വൈഡ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റും ടൈലും ഒക്കെ മിക്സ് ചെയ്ത് നല്ല ഭംഗിയുള്ള കളറിലാണ് ഇട്ടിരിക്കുന്നത്. പില്ലറുകൾ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള വുഡൻ ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ഷൂറാക്ക് വരുന്നുണ്ട്. താഴെ ഭാഗത്ത് ഇതുപോലെ ഓപ്പണിംഗ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇരിക്കാനായിട്ട് യൂസ് ചെയ്യാം. ഇവിടെ ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ നോക്കിയാൽ ചെറിയ LED ലൈറ്റും, ഞാൻ നിൽക്കുന്നതിന്റെ നേരെ മുകളിൽ നോക്കുവാണെങ്കിൽ യെല്ലോ കളറുള്ള ചെറിയൊരു ബാറൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ ഈ കാണുന്നതാണ്. 2 ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നോർത്ത് ഫേസിംഗ് ആണ്. വടക്കോട്ടാണ് മെയിൻ ഡോർ ഫേസ് ചെയ്യുന്നത്. വീട് മൊത്തത്തിൽ കിഴക്ക് ഭാഗത്തേക്കുമാണ് ദർശനം വരുന്നത്. നമുക്ക് നേരെ അകത്തേക്ക് പോയാലോ? മെയിൻ ഡോർ തുറന്ന് നേരെ ലിവിംഗ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് നീളം വീതിയൊക്കെ നോക്കുവാണെങ്കിൽ 10.5 അടി നീളവും 10 അടി വീതിയിലുമാണ് ലിവിംഗ് സ്പേസ് കിട്ടുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡും ബ്രൗൺ എല്ലാം കൂടെ മിക്സ് ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രേറ്റ് വരുമ്പോൾ നമുക്ക് പെർഗോള മോഡലിലാണ് ഇവിടെ ഗ്ലാസ് ഇട്ടിട്ട് ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയൊക്കെ ഷെൽഫുകൾ നിങ്ങൾക്ക് കാണാം. ഭംഗിയായിട്ട് ചെറിയ ഫ്ലവേഴ്സ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്.
ഈ ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്, അത് ബ്ലൈൻഡ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ടി വി വെക്കാനായിട്ട് ഒരു സിമ്പിൾ യൂണിറ്റ് ആണ് ഇവിടെ വരുന്നത്. താഴെ നോക്കിയാൽ കുറച്ച് ഓപ്പൺ ബോക്സുകൾ മാത്രമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പവർ പോയിന്റ് അവിടെ വരുന്നുണ്ട്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോർഡർ ആയിട്ട് വന്നിരിക്കുന്നത് ലൈറ്റ് യെല്ലോ ആണ്. ഗ്രാഫിക്കൽ ഡിസൈനുകൾ പോലെ എൻട്രൻസിലൊക്കെ കാണാം. മിഡിൽ പോർഷനിൽ ഒരു ചെറിയ പ്രൊജക്ഷൻ വരുന്നുണ്ട്. ഫാൻ ഫെസിലിറ്റിയും ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഈ ഒരു എൻട്രൻസ് ആണ് ഞാൻ പറഞ്ഞത്, യെല്ലോ കളറിൽ കൊടുത്തിട്ട് നല്ല ലൈൻസ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ നീളവും വീതിയൊക്കെ നോക്കുവാണെങ്കിൽ 11 അടി നീളവും 10.5 അടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത്. സ്പേഷ്യസ് ആണ്. ഏകദേശം ഒരു 7-8 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന സെപ്പറേറ്റ് ആയിട്ട് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ ടി വി വെക്കണമെങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റും അവിടെ കൊടുത്തിട്ടുണ്ട്. പവർ പ്ലഗ് വരുന്നുണ്ട്. താഴെയൊക്കെ ആണെങ്കിലും ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഇവിടെ ഫ്രഞ്ച് മോഡൽ 2 വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് പ്ലെയിൻ ആയിട്ടും സിമ്പിൾ ആയിട്ടുമാണ്. ഫാൻ ഫിറ്റിംഗും ലൈറ്റ് ഫിറ്റിംഗ്സും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പുകൾ ഇട്ടിരിക്കുന്നത്. ഫുട്ലാമ്പ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗം ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇൻവെർട്ടേഴ്സ് ഒക്കെ വയ്ക്കാനുള്ള പോയിന്റ് അവിടെ വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് കവർ ചെയ്തെടുക്കാം. ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. സൊമാനിയുടെയാണ് വാഷ് ബേസിൻ. ഗ്രേ കളർ ടൈലിലാണ് അത് വെച്ചിരിക്കുന്നത്. താഴെയൊക്കെ നോക്കിയാൽ കബോർഡുകളുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നോക്കിയാലും ടൈല് തന്നെയാണ്. മിററും അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കിച്ചണിന്റെ സ്ഥലം നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ആണ് വരുന്നത്. ഓപ്പൺ കിച്ചൺ ആണ്. എൻട്രൻസും ഭംഗിയായിട്ട് യെല്ലോ കളർ പെയിന്റും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആണ് കിച്ചൺ. നമുക്കൊരു 4 പേർക്ക് അല്ലെങ്കിൽ 5 പേർക്കൊക്കെ നിന്ന് മാനേജ് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസിലൊക്കെ വൈറ്റ് ആൻഡ് വുഡൻ ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് പോർഷൻ വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. നേരെ നോക്കുമ്പോൾ നമുക്ക് 3 വിൻഡോസും റൈറ്റ് സൈഡിലായിട്ട് പെർഗോള മോഡൽ ഗ്ലാസ് ഇട്ടിട്ടാണ് കുറച്ച് ഓപ്പണിംഗ്സ് കൊടുത്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും നേരെ നമുക്ക് നോക്കുമ്പോൾ കാണാം. മുകളിലേക്ക് നോക്കുവാണെങ്കിൽ വാർഡ്രോബുകളാണ്. മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലും വുഡൻ ഡിസൈൻ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് വാർഡ്രോബുകൾ കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ ഡോർ നമുക്ക് ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നേരെ ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് വരുന്നത്. നിങ്ങൾക്കറിയാം 60 ലക്ഷം രൂപയ്ക്ക് 3 ബെഡ്റൂം വർക്ക് ഏരിയ എല്ലാം ഉൾപ്പെടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പെട്ടെന്ന് മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. കംപ്ലീറ്റ് ആയിട്ട് സൈഡ് കവർ ചെയ്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. താഴെയൊക്കെ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെക്കാൻ, അല്ലെങ്കിൽ ഒരു അരയ്ക്കുന്ന കല്ലൊക്കെ ഇടുന്ന സ്വഭാവമുള്ളവർക്കാണ് ഇവിടെയൊക്കെ സ്പേസ് ഉണ്ട്. വെളിച്ചം കയറാനായിട്ട് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും ഡോറും വെച്ച് സേഫ് ആയിട്ടാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം താഴെയാണ് കിട്ടുന്നത്. ഡൈനിങ്ങിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഡോറുകളൊക്കെ നോക്കിയാൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഈ ഒരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 11 അടി വീതിയുമാണ് കിട്ടുന്നത്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്ത് നല്ലൊരു ഡിസൈനിലാണ്. ചുറ്റിനും നോക്കിയാൽ നിങ്ങൾക്ക് വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫാൻ ഫിറ്റിംഗും ലൈറ്റ് ഫിറ്റിംഗും ആവശ്യത്തിന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. താഴേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും പുറത്തേക്ക് വരില്ല. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ കടന്നു വന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ചെയ്തിരിക്കുന്നത്. 2 വിൻഡോസ് അവിടെ, അതിന്റെ മുകളിൽ എയർ ഹോൾസും വരുന്നുണ്ട്. വന്ന വഴിക്ക് നോക്കുവാണെങ്കിൽ വൈറ്റിൽ നല്ല ഭംഗിയായിട്ടാണ് യെല്ലോ കളറിൽ ചെറിയ സ്റ്റാൻഡ് അവിടെ കൊടുത്തിരിക്കുന്നത്. നേരെ വന്ന് നമ്മൾ നിൽക്കുന്നത് ചെറിയൊരു ഹാളിലാണ്. ചെറിയൊരു സ്പേസ് ആണ് ഹാളിന് കിട്ടുന്നത്. ഹാൾ നോക്കുവാണെങ്കിൽ 2 വിൻഡോസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആദ്യം വരുന്ന ഡോറ് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഡോറാണ്. റൂഫും സൈഡും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. മുകളിലെത്തുന്നത് വരെ റൂഫ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ സ്റ്റെയർ കേസിന്റെ കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു യൂട്ടിലിറ്റി സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസിൽ നിൽക്കുമ്പോൾ ഇവിടെ ആയിട്ടുള്ള ഡോർ തുറന്നാൽ നമ്മുടെ ബാൽക്കണിയിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. നല്ല നീളത്തിലുള്ള ഒരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയെല്ലാം ഹാൻഡ് റൈൽസ് ഗ്ലാസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാനൊക്കെ ആയിട്ട് ചാരു ബെഞ്ച് മോഡലാണ് ഈ ഒരു ഫെസിലിറ്റി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ചാരുന്നുള്ള ഈ ഒരു പോർഷൻ നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ചെയ്തിരിക്കുന്നത്. വലിയൊരു ബാൽക്കണി തന്നെയാണ്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് യെല്ലോ ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെയൊക്കെ ചെറിയ LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സറൗണ്ടിങ് ഏരിയ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വീടുകളും ഉണ്ട്. എന്നാൽ പോലും നല്ല ഗ്രീനിഷ് ആയിട്ടും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. താഴെ നമ്മൾ ഒരു ബെഡ്റൂം കണ്ടു. മുകളിൽ 2 ബെഡ്റൂമുകളാണ് കാണാനുള്ളത്.
ഇങ്ങനെ അടുത്തടുത്തായിട്ടാണ് രണ്ട് ബെഡ്റൂമുകൾ വരുന്നത്. നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം തന്നെ നോക്കാം. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 11 അടി വീതിയുമാണ്. ഇവിടെയായിട്ട് ഈ ഒരു ഡിസൈനിലാണ് ബോർഡ്റൂമുകൾ കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡിലായിട്ട് വിൻഡോസ് വരുന്നുണ്ട്, എയർ ഹോൾ ഫെസിലിറ്റി വരുന്നുണ്ട്, മുകളിൽ ഫാൻ ഫിറ്റിംഗും ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ബ്ലൂ ഗ്രേ കോമ്പിനേഷനിലാണ് ടൈലുകൾ വരുന്നത്. ഫിറ്റിംഗ്സ് എല്ലായിടത്തും സൊമാനിയുടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂം, ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 11.5 അടി നീളവും 10 അടി വീതിയുമാണ് ബെഡ്റൂമിന് കിട്ടുന്നത്. ഇവിടെയാണ് വാർഡ്രോബ് വരുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു സൈഡ് ടേബിൾ പോലെ ഗ്രാനൈറ്റ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടൊരു ചെറിയ ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. 3 വിൻഡോസ് ഇവിടെയാണ് വരുന്നത്. റൂഫില് ഫാൻ ഫിറ്റിംഗ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സെപ്പറേറ്റ് ഒരു ഏരിയ മാറി ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് താഴെയൊക്കെ ആയിട്ടും കബോർഡുകൾ കിട്ടുന്നുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. വൈറ്റ് കളറിലെ ഡിസൈൻ ഉള്ള ടൈലാണ്. ചെറിയ ബാത്റൂമാണ്, എങ്കിലും സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞു. ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിന് വളരെ അടുത്താണ്. നമുക്ക് വെറും 2 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്ന് രാജഗിരി ഹോസ്പിറ്റലിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ആലുവ മെട്രോ സ്റ്റേഷൻ, അതുപോലെ ആലുവ റെയിൽവേ സ്റ്റേഷൻ, തൃപ്പൂണിത്തുറ, ഇടപ്പള്ളി, എയർപോർട്ട് എവിടേക്കും ഈസി ആക്സസ് ആണ്. വളരെ എളുപ്പത്തിൽ എത്താവുന്ന ദൂരത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4,100 ആണ് ലാൻഡ് അളവ് വരുന്നത്. 1,730 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. സെപ്പറേറ്റ് ആയിട്ട് യൂട്ടിലിറ്റി ഏരിയ കിട്ടുന്നുണ്ട്, വർക്ക് ഏരിയ കിട്ടുന്നുണ്ട്, കാർ പാർക്കിംഗ് കിട്ടുന്നുണ്ട്, ടൂ വീലേഴ്സിനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. എല്ലാത്തിലും ഉപരി കിണർ വെള്ളമുണ്ട്. ചെടികൾ നടാനായിട്ട് നല്ല സ്പേസ് നമുക്ക് വേറെയും കിട്ടുന്നുണ്ട്. കാമാൻ ക്വയറ്റ് ആയിട്ടുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയൊക്കെ സൗകര്യങ്ങളുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്നത് 60 ലക്ഷം രൂപയാണ്. 60 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ്. മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ വളരെ സ്ലൈറ്റ്ലി മാത്രമാണ് നെഗോഷ്യബിൾ. മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുന്നത് കൊണ്ടല്ല ഇതിന്റെ ഓണർ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും സൗകര്യങ്ങളുള്ള ഈ ഒരു വീട് 60 ലക്ഷം എന്നത് ചെറുതായിട്ടൊക്കെ കുറച്ച് സംസാരിച്ച് നിങ്ങളുമായിട്ട് ഒരു ഡീൽ ഉറപ്പിക്കാവുന്നതാണ്. അതുകൊണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വിളിക്കുക. 60 ലക്ഷത്തിന് ഇത്രയും സൗകര്യങ്ങളുള്ള വീട് രാജഗിരി ഹോസ്പിറ്റലിനടുത്ത് കിട്ടുക ബുദ്ധിമുട്ടാണ്. നമുക്ക് ലോൺ ഫെസിലിറ്റിയിലും ഈ വീട് തീർച്ചയായിട്ടും സ്വന്തമാക്കാം. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഒട്ടും സമയം കളയേണ്ട, നമ്പറുകൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.